നമസ്കാരം. പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ആഗോളതലത്തിൽ തന്നെ ഏറ്റവും അധികം ആളുകളുടെ മരണത്തിന് കാരണമാകുന്ന സൈലന്റ് കില്ലർ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന അസുഖങ്ങളിലൊന്നാണ് അമിത രക്തസമ്മർദ്ദം. അമിത രക്തസമ്മർദ്ദമുള്ള നമ്മളിൽ പലരും ഈ അവസ്ഥ തിരിച്ചറിയുന്നതിലും ചികിത്സിക്കുന്നതിനും വൈകുന്നുമുണ്ട്. ഇന്ന് നമ്മൾ ഉയർന്ന ബിപിയും അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത്. ഗുഡ് ലൈഫിൽ ഇന്ന് നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ വിദഗ്ധരായ ഡോക്ടർമാർ ചേരുന്നു. കോഴിക്കോട് മേത്ര ആശുപത്രിയിലെ കാർഡിയോളജി വിഭാഗം ചെയർമാൻ ഡോക്ടർ ഷഫീഖ് മാട്ടുമ്മൽ, കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ അനിൽ സലീം, കൊച്ചി കടവന്ത്ര ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ നിജിൽ ക്ലീറ്റസ് എന്നിവരാണുള്ളത്. എല്ലാ ഡോക്ടർമാർക്കും പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഡോക്ടർ നിജിൽ സർ, താങ്കളോടാണ്. നമ്മളിപ്പോൾ സംസാരിച്ച നമുക്ക് എല്ലാവർക്കും വളരെ സാധാരണമായുള്ളൊരു അസുഖമാണ് അമിത രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈ ബി പി. ഒരു പ്രായം കഴിഞ്ഞാൽ പൊതുവെ ഒരുപാട് ആളുകൾക്ക് കണ്ടുവരുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ്. പക്ഷേ പലരും അത് കൃത്യസമയത്ത് തിരിച്ചറിയാറോ ചികിത്സിക്കാറോ ഒന്നുമില്ല. നമ്മൾ ഈ അസുഖത്തെ അല്ലെങ്കിൽ ഈ ആരോഗ്യ പ്രശ്നത്തെ എത്തരത്തിലാണ് ഒന്ന് വിശദമാക്കുക? അമിതമായ രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് വളരെ വലിയൊരു ആരോഗ്യ പ്രശ്നമാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ അതൊരു സൈലന്റ് കില്ലർ എന്നാണ് പറയുന്നത്. അതായത് ആ രണ്ട് വാക്കുകളും പ്രധാനമാണ്. സൈലന്റ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു അസുഖം വരുന്നത് പലർക്കും നമുക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടാവാറില്ല. പലപ്പോഴും അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ടുള്ള, അതായത് ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് അല്ലെങ്കിൽ കിഡ്നി ഡിസീസ്, ഇതെല്ലാം വന്നതിന് ശേഷമാണ് ഇങ്ങനൊരു അസുഖം ഉണ്ടെന്ന് തന്നെ പലരും അറിയുന്നത്. ഒരു കില്ലർ എന്ന് പറയാൻ കാരണം വെച്ചാൽ ഈ ഒരു അസുഖത്തിൻ്റെ കോംപ്ലിക്കേഷൻസ്, അതായത് ഈ പറഞ്ഞ അസുഖങ്ങൾ കിഡ്നിയുടെയും ഹാർട്ടിൻ്റെയും തലച്ചോറിനെ ബാധിക്കുന്ന അസുഖങ്ങൾ കാരണം ഒരുപാട് കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്ന വഴി മരണം വരെ സംഭവിക്കാവുന്ന അസുഖമാണ്. അതുകൊണ്ട് തന്നെ ഈ ബ്ലഡ് പ്രഷർ കൃത്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുകയും അത് അസുഖം ഉണ്ടെന്ന് മനസ്സിലാക്കുകയും അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഡോക്ടർ ഷഫീഖ് സർ, ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ച പോലെ നമ്മളെല്ലാവർക്കും അറിയുന്ന ഒരു സൈലന്റ് കില്ലറാണ് അമിത രക്തസമ്മർദ്ദം. എത്തരത്തിലാണ് ഒരു സൈലന്റ് കില്ലർ എന്നൊരു വാക്ക് ഡോക്ടർ ഈ അസുഖവുമായി അല്ലെങ്കിൽ ഈ ഒരു ആരോഗ്യ പ്രശ്നവുമായി ചേർത്ത് നമ്മൾ സാധാരണക്കാർ എങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്? ഡോക്ടർ നിഖിൽ പറഞ്ഞ പോലെ ബ്ലഡ് പ്രഷർ എന്ന അസുഖത്തിന്റെ, അമിത രക്തസമ്മർദ്ദം എന്ന അസുഖത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്, ലക്ഷണമില്ല. അത് പല രോഗികൾക്കും അസുഖം വളരെ മൂർധന്യാവസ്ഥയിൽ എത്തുമ്പോൾ മാത്രമേ അതിന്റെ ലക്ഷണം പുറത്തു വരുള്ളൂ. അപ്പൊ അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ബ്ലഡ് പ്രഷർ കൂടി വരുന്ന കുറെ കാലം രോഗി അത് അറിയുന്നില്ല. അതുകൊണ്ട് അതിന്റെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഡിറ്റക്ട് ആവുന്നില്ല. അതുകൊണ്ട് ഓരോ അവയവങ്ങളെയും ആ ബ്ലഡ് പ്രഷർ, അമിത രക്തസമ്മർദ്ദം ബാധിക്കാനുള്ള സാധ്യത കൂടുകയും ഓരോ അവയവങ്ങളുടെയും അസുഖം, കോംപ്ലിക്കേഷനും ചേർന്നുള്ള അസുഖം വരികയും ചെയ്യും. അതുകൊണ്ടാണ് അപ്പോഴേക്ക് മരണസാധ്യത കൂടുതലായ അസുഖങ്ങൾ ബ്ലഡ് പ്രഷർ കാരണം ഓൾറെഡി സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് സൈലന്റ് കില്ലർ എന്ന് നമ്മൾ പറയുന്നത്. ഹൈ ബ്ലഡ് പ്രഷർ കാലക്രമേണ എത്തരത്തിലാണ് നമ്മളെ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് നയിക്കുക? ബി പി ഉള്ള വ്യക്തികളുടെ ഭൂരിപക്ഷം ആളുകൾക്കും ഇത് സൈലന്റ് ആയതുകൊണ്ടും അവരെ സംബന്ധിച്ചിടത്തോളം ഇതിന്ന് പ്രശ്നങ്ങൾ ഇല്ലാത്തത് കൊണ്ടും നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നത്, നമ്മുടെ അടുത്തേക്ക് ഒരു പേഷ്യൻ്റ് എത്തുമ്പോൾ ആൾറെഡി അവർക്ക് ഒന്നെങ്കിൽ ഒരു കിഡ്നി ഡാമേജഡ് ആയിട്ടുണ്ടാവും ബി പി കാരണം, അതല്ലെങ്കിൽ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അതല്ലെങ്കിൽ സ്ട്രോക്ക് വന്നിട്ടുണ്ടാവും, അതല്ലെങ്കിൽ ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചിട്ടുണ്ടാവും. നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബി പി എന്ന് പറയുന്ന അസുഖത്തെ നമ്മൾ ചികിത്സിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം, നമ്മൾ അതിൽ കാണുന്ന ചില വാല്യൂസ് ഉണ്ടല്ലോ, 150, 160, അതിനെ ടാർഗറ്റ് ചെയ്യുക മാത്രമല്ല, ഈ അമിത രക്തസമ്മർദ്ദം കാരണം ഭാവിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള അവയവങ്ങളുടെ ഡാമേജ്, അതിനെ നമ്മൾ ടാർഗറ്റ് ഓർഗൻ ഡാമേജ് എന്ന് പറയും. ഈ ഡാമേജ് നമുക്ക് ഭാവിയിൽ സംഭവിക്കാതെ രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം കൃത്യമായ സമയത്ത് ബി പി കണ്ടെത്തുക, കൃത്യമായി അതിന് ചികിത്സ എടുക്കുക, കൃത്യമായി മോണിറ്റർ ചെയ്യുക. വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇങ്ങനെ ഡാമേജ് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ലക്ഷണങ്ങൾ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കാഴ്ച അല്ലെങ്കിൽ കിഡ്നി ഒക്കെ ഡാമേജ് ചെയ്യുമ്പോൾ ആൾറെഡി അതിന്റെ ആ തുടക്ക സമയത്ത് പോലും ടെസ്റ്റുകളിൽ പോലും ചിലപ്പോൾ ഇത് കണ്ടെത്താൻ പറ്റണമെന്നില്ല. അപ്പോൾ നമ്മൾ ഒരു ബി പിയുടെ ഒരു സ്റ്റാർട്ടിങ് ഉണ്ടെങ്കിൽ തുടക്ക സമയത്ത് തന്നെ ഒരു ഡോക്ടറെ കാണുകയും കൃത്യമായ രീതിയിൽ അതിനൊരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പ്രിവെൻഷൻ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ആയിട്ട് മുന്നോട്ട് പോയി വളരെ വളരെ അത്യാവശ്യം. ഡോക്ടർ ഷഫീഖ് സർ, ഉയർന്ന രക്തസമ്മർദ്ദത്തിലേക്ക് അല്ലെങ്കിൽ ഹൈ ബി പിയിലേക്ക് നയിക്കുന്ന പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണ്? ബ്ലഡ് പ്രഷർ നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ. ഇതിൽ 85% to 90% ഓഫ് ബ്ലഡ് പ്രഷറും പ്രായമാകുമ്പോൾ കാണുന്ന എസെൻഷ്യൽ ടൈപ്പ് ഓഫ് ഹൈപ്പർ ടെൻഷനാണ്. അതിൻ്റെ അർത്ഥം അത് മറ്റ് ഓർഗന്റെ അസുഖങ്ങൾ കൊണ്ടുണ്ടായ ബ്ലഡ് പ്രഷർ അല്ല, ബ്ലഡ് പ്രഷർ താനെ വരുന്നതാണ്.
അതിലേക്ക് പല ജീവിതശൈലിയിലെ ഘടകങ്ങളും പല ബാക്ക്ഗ്രൗണ്ട് അവയവങ്ങളുടെ അസുഖങ്ങളും ഇതെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യും. ബാക്കി 10% ബ്ലഡ് പ്രഷറിന്റെ കാരണങ്ങൾ, എസ്പെഷ്യലി ചെറുപ്പക്കാരിൽ അത് വരുമ്പോൾ അതിന് കിഡ്നിയുടെ മുകളിലുള്ള അഡ്രീനൽ ഗ്രന്ഥിയിലെ ഹോർമോണുകൾ, മറ്റ് രക്തക്കുഴലിന്റെ അസുഖങ്ങൾ, വാസ്കുലൈറ്റിസ് മുതലായ വാദസംബന്ധമായ രോഗങ്ങൾ, അങ്ങനെ പല രോഗങ്ങളും ഇതിന് കാരണമാണ്. പക്ഷെ അത് വളരെ ചെറിയ ഒരു ശതമാനം മാത്രമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ അഥവാ പ്രൈമറി ഹൈപ്പർ ടെൻഷനാണ്. ആ ഹൈപ്പർ ടെൻഷൻ താനെ ഉണ്ടാകുന്നതാണ്. പക്ഷെ അത് ഏത് പ്രായത്തിൽ നമുക്ക് വരുന്നു, അത് എത്ര ഗുരുതരമായി വരുന്നു എന്നുള്ളതെല്ലാം നമ്മുടെ ജീവിതശൈലിയിലും അതുപോലെ നമ്മുടെ സ്ട്രെസ് ലെവൽ, അങ്ങനെ പല ഘടകങ്ങളുമായിട്ട് ആശ്രയിച്ചിരിക്കുകയാണ്. ഒരു കുടുംബത്തിലെ ഒരു അംഗത്തിന് ബ്ലഡ് പ്രഷർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മറ്റ് സിബ്ലിങ്സ്, അവരുടെ അടുത്ത ബന്ധുക്കളെല്ലാം ഇതിനെക്കുറിച്ച് അറിയേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവർക്കും ബ്ലഡ് പ്രഷർ ഇനിയും ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത ഫാമിലിയിലെ ബ്ലഡ് പ്രഷർ ഇല്ലാത്തവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിനുള്ള സാധ്യത കൂടുതലാണ്. ഡോക്ടർ നിജിൽ, നമ്മളിപ്പോൾ പല ആളുകളും BP-ക്ക് കൃത്യമായി മരുന്ന് കഴിച്ചിട്ടും BP-യിൽ കുറവൊന്നും വരാറില്ല എന്ന് പൊതുവേ പരാതി കേൾക്കാറുണ്ട്. എന്തുകൊണ്ടാണ് BP-ക്ക് കൃത്യമായി മരുന്ന് കഴിച്ചിട്ടും രക്തസമ്മർദ്ദം ഗണ്യമായ തരത്തിൽ നോർമൽ ആവുകയോ അല്ലെങ്കിൽ കുറയാതെയോ തുടരുന്നതിൻ്റെ കാരണം എന്താണ്? അതിന് പല പല കാരണങ്ങളുണ്ട്. അതായത് നമ്മൾ മെഡിസിൻ മാത്രമല്ല BP-യുടെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. BP-യുടെ ട്രീറ്റ്മെൻറ്റ് മൾട്ടി ഫാക്ടറൽ ട്രീറ്റ്മെൻറ്റ്. നമ്മൾ മരുന്നുകൾ കഴിക്കുന്നതോടൊപ്പം തന്നെ ജീവിതശൈലിയിലുള്ള വ്യത്യാസങ്ങൾ വരുത്തുക. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഉപ്പിൻ്റെ അളവ് നമ്മൾ കുറയ്ക്കുക. ഭക്ഷണത്തിൽ അച്ചാറ്, പപ്പടം, അതുപോലെ തന്നെ ഹൈ സോൾട്ടിൻ്റെയൊക്കെയുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ബോഡി വെയിറ്റ്, ഓവർ വെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ എക്സസൈസ് ചെയ്ത് അല്ലെങ്കിൽ ബോഡിയുടെ നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റ് കുറച്ച് കൊണ്ടുവരിക. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ നമ്മുടെ നമുക്ക് ജീവിതത്തിലുണ്ടാകുന്ന സ്ട്രെസ്സ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്ട്രെസ്സ് കുറച്ചു കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ചെയ്യുക. മെഡിറ്റേഷൻ, അതുപോലെ തന്നെ ഉറക്കത്തിൻ്റെ കാര്യം, കൃത്യമായിട്ടുള്ള സ്ലീപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നോൺ ഫാർമക്കോളജിക്കൽ മെഷേഴ്സ് വഴിയും BP-യുടെ മെഡിസിൻസിൻ്റെ അളവ് കൂട്ടുന്ന വഴിയും അതുപോലെ തന്നെ ജീവിതശൈലി വ്യത്യാസങ്ങൾ വരുന്ന വഴിയൊക്കെ നമുക്ക് BP കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. അത് പലതരം മെഡിസിൻസിൻ്റെ ചിലപ്പോൾ കോമ്പിനേഷൻ ചിലപ്പോൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ നമുക്ക് അത് റെഗുലർ ചെക്കപ്പ് കൊണ്ട് മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. അത് BP കൺട്രോൾ ആയി വരുന്നില്ല എന്ന് കരുതിയിട്ട് പിന്നെ ഫോളോ അപ്പ് ചെയ്യാതെയും മരുന്ന് നിർത്തി പോവുകയും ചെയ്യുമ്പോൾ പിന്നീട് ഒരുപാട് പ്രശ്നങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വ്യക്തമാണ്. ഡോക്ടർ ഷഫീഖ്, നമ്മൾ ഹൃദ്രോഗങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഡോക്ടർ കാർഡിയോളജിസ്റ്റ് എന്ന നിലയിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഹൈ BP, എത്രത്തോളം ഡേഞ്ചറസ് ആണ് ഹൃദയത്തിന്? ഓക്കെ, നേരത്തെ ഡോക്ടർ അനിൽ പറയുകയുണ്ടായി ഹൃദയം ഈ ബ്ലഡ് പ്രഷറിന് പ്രതികരിക്കുന്ന പല രീതിയിലാണ്. അതിൽ ഒന്ന്, ബ്ലഡ് പ്രഷർ കൂടിയിരിക്കുന്ന സമയത്ത് ഹൃദയത്തിൻ്റെ ഭിത്തിക്ക് തടിപ്പ് വരും, ഹൈപ്പർട്രോഫി എന്ന് പറയും. ഹൃദയത്തിന്റെ ഭിത്തിക്ക് പ്രോഗ്രസീവായിട്ട് ബ്ലഡ് പ്രഷർ നിയന്ത്രണത്തിലല്ലെങ്കിൽ ഭിത്തിയുടെ തടിപ്പ് കൂടുന്നത് ആക്ച്വലി ഹൃദയത്തിന്റെ പ്രവർത്തനത്തിന് നല്ലതല്ല. അപ്പൊ അങ്ങനത്തെ ആളുകൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ബ്ലഡ് പ്രഷറിന്റെ ടാബ്ലറ്റ്സ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യണം. രണ്ടാമത്തേത്, ബ്ലഡ് പ്രഷർ കൺട്രോൾ ആവാതെ നിൽക്കുകയാണെങ്കിൽ അത് രക്തക്കുഴലുകളിലും നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കും. അപ്പൊ ഹൃദയത്തിന്റെ മസിലിന് സപ്ലൈ ചെയ്യുന്ന കൊറോണറി ആർട്ടറി ഡിസീസ്, കൊറോണറി ആർട്ടറിയിൽ അതിലൊക്കെ സ്ക്ലീറോസിസും അതുപോലെ തന്നെ അതിന് എൻഡോത്തീലിയൽ ഇഞ്ചുറി ഉണ്ടാക്കുമ്പോൾ അതിൽ ബ്ലോക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കും. മൂന്നാമത്, വലിയ രക്തക്കുഴലുകളിൽ ബ്ലഡ് പ്രഷർ വളരെയധികം കൺട്രോൾ ഇല്ലാതെ വളരെ ഹൈ ലെവലിൽ കണ്ടിന്യൂസ് ആയി നിൽക്കുന്ന ആളുകൾക്ക് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നൊരു സ്ട്രെയിൻ ചെയ്യുന്നു, വലിയൊരു വെയിറ്റ് എടുത്ത് പൊക്കുന്നു. അപ്പോൾ പെട്ടെന്ന് നെഞ്ഞുവേദന വരുന്ന നമ്മൾ CT സ്കാനൊക്കെ എടുത്ത് നോക്കുമ്പോൾ കാണാം അയോർട്ട അഥവാ മഹാധമനിയിൽ പൊട്ട് സംഭവിക്കുന്നതിന് അയോർട്ടിക് ഡിസെക്ഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ക്രമാതീതമായി വർദ്ധിച്ചു നിൽക്കുന്ന രോഗികളിൽ കാണാൻ സാധ്യതയുള്ള കോംപ്ലിക്കേഷൻസ് ആണ്. വ്യക്തമാണ്. ഡോക്ടർ അനിൽ സലീം, എങ്ങനെയാണ് ഇപ്പോൾ ഹൃദ്രോഗിയായ ഒരാൾ അല്ലെങ്കിൽ നിലവിൽ അമിത രക്തസമ്മർദ്ദമുള്ള അതിന് മരുന്ന് കഴിക്കുന്ന ഹൃദ്രോഗവുമുള്ള ഒരു വ്യക്തി എത്തരത്തിലാണ് അവരുടെ ബ്ലഡ് പ്രഷർ ഉയരുന്നു അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഒരു വാർണിംഗ് സൈൻസ്, സൂചനകൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? പലപ്പോഴും സൂചനകൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള കാര്യം. ഡോക്ടർ ഷഫീഖ് പറഞ്ഞ പോലെ ചെറിയ സട്ടിലായിട്ടുള്ള ലക്ഷണങ്ങൾ നമ്മൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ, ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ മനസ്സിലാവും. എന്ന് വെച്ചാൽ ചെറിയൊരു കിതപ്പ്, ഇതുവരെ കിതപ്പ് അനുഭവപ്പെടാത്തൊരു വ്യക്തി ഇപ്പൊ സ്റ്റെപ്പൊക്കെ കയറുമ്പോൾ ചെറിയൊരു അസ്വസ്ഥത വരിക,
അതല്ലെങ്കിൽ ഇനി കൂടിയ രൂപത്തിൽ അത് ഹൃദയത്തെ ബാധിച്ച് ബ്ലോക്കിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ കൃത്യമായും നെഞ്ചുവേദന വരെ അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. BP എന്ന് പറയുന്ന അവസ്ഥ അതിലൂടെ ഒരു 5-10 വർഷം കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ലക്ഷണം ഇല്ലെങ്കിൽ പോലും കൃത്യമായ ഇടവേളകളിൽ ചില ഹാർട്ട് ടെസ്റ്റുകൾ ചെയ്യുന്നത് നന്നായിരിക്കും. ഓരോരുത്തരുടെയും ലക്ഷണങ്ങളും അവരുടെ സാഹചര്യങ്ങളും അവരുടെ റിസ്ക്കും അനലൈസ് ചെയ്തിട്ട് ഒരു കാർഡിയോളജിസ്റ്റിന് ഈ ടെസ്റ്റുകൾ ഏതാണ് വേണ്ടത് എന്നുള്ളതും ചൂസ് ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഡോക്ടർ നിജിൽ, നേരത്തെ ഡോക്ടർ ഷഫീഖ് സൂചിപ്പിക്കുകയുണ്ടായി, ഇപ്പോൾ അമിത രക്തസമ്മർദ്ദം ഹൃദയത്തെ മാത്രമല്ല കണ്ണുകളെ, വൃക്കകളെ, മറ്റവയവങ്ങളെ ഒക്കെ ബാധിച്ചേക്കാം. ഡോക്ടർ, എങ്ങനെയാണ് മറ്റവയവങ്ങളുടെ കാര്യം എങ്ങനെയാണെന്ന് വിശദമാക്കുക? അമിതമായ രക്തസമ്മർദ്ദം എല്ലാ സിസ്റ്റംസിനെയും ബാധിക്കാം. ഹാർട്ടിനെ പോലെ തന്നെ സ്ട്രോക്ക്, അതുപോലെ തലച്ചോറിനെ ബാധിക്കാം, കണ്ണുകളെ ബാധിക്കാം. അപ്പോൾ ഇത് ഒരാൾ ഹൈ ബ്ലഡ് പ്രഷറായിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഹൃദയത്തിൻ്റെ ചെക്കപ്പ് ഇപ്പോൾ സാർ പറഞ്ഞ പോലെ, അത് കൂടാണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ ഒരു കിഡ്നിയുടെ ബേസിക് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യാം. കിഡ്നിയെ ബാധിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയും. ക്രിയാറ്റിൻ ലെവൽസ് ചെക്ക് ചെയ്യാം. യൂറിൻ ആൽബുമിൻ ലെവൽസ് നോക്കും. യൂറിനിലൂടെ പ്രോട്ടീൻ പോകുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കാനുള്ള ടെസ്റ്റ് നോക്കാം. പിന്നെ ഇത് കണ്ണിനെ ബാധിച്ചോ എന്ന് അറിയാൻ വേണ്ടി കണ്ണിൻ്റെ ഒരു ഫണ്ടസ് എക്സാമിനേഷൻ എന്ന് പറയും. ഒരു ഒഫ്താൽമോളജിസ്റ്റിനെ കൊണ്ട് ചെക്കപ്പ് ചെയ്യിച്ചു കഴിഞ്ഞാൽ കണ്ണിനെ BP അമിതമായിട്ട് വന്നിട്ട് റെറ്റിനോപ്പതി ഉണ്ടാകും. ഹൈപ്പർ ടെൻസീവ് റെറ്റിനോപ്പതി എന്ന് പറഞ്ഞ അസുഖം ഉണ്ടാകും. അങ്ങനെ എന്തെങ്കിലും കാഴ്ചയെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് വളരെ നേരത്തെ തന്നെ അറിയാൻ പറ്റും. അത് കൂടാണ്ട് കാലുകളിലെയും കൈകളിലേക്കുള്ള രക്തയോട്ടവും ഇത് അമിതമായി BP കൂടിക്കഴിഞ്ഞാൽ അതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധിക്കും. മറ്റ് ഹോർമോണൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. തൈറോയിഡ് ഫംഗ്ഷൻ, അതുപോലെ തന്നെ ആൽഡോസ്റ്ററോൺ ലെവൽസ്, ഇങ്ങനെയുള്ള പരിശോധനകളൊക്കെ ചെയ്യുന്ന വഴി മറ്റ് കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും BP വർദ്ധിച്ചു വരാൻ വേണ്ടി. വ്യക്തമാണ് ഡോക്ടർ ഷഫീഖ്. നമ്മൾ സംസാരിക്കുമ്പോൾ BP-യുടെ മരുന്ന് കഴിക്കുന്നവർക്ക് കൊടുക്കാനുള്ള നിർദ്ദേശങ്ങൾ ഇപ്പോൾ പൊതുവെ പറഞ്ഞു കേൾക്കാറുണ്ട്. ഒരിക്കൽ BP-യുടെ മരുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്വയം നിർത്താൻ പാടില്ല, ആ മരുന്ന് മുടക്കാൻ പാടില്ല എന്നൊക്കെ. ഡോക്ടർ, BP-യുടെ മരുന്ന് കഴിക്കേണ്ടത് ഏത് തരത്തിലാണ്? അതുമായി ബന്ധപ്പെട്ട് ഓരോ രോഗിയും ഓരോ വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ടത് എന്തെല്ലാമാണ്? വളരെ പ്രായോഗികമായ ക്വസ്റ്റ്യൻ, എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ മെഡിസിന് പറഞ്ഞ കാലയളവിൽ കൃത്യമായിട്ട് കഴിക്കുക എന്നുള്ളതാണ്. മെഡിസിൻ കൃത്യമായിട്ട് കഴിച്ച് മിനിമം 2 വീക്സ് അല്ലെങ്കിൽ 1 മന്ത് കഴിയുമ്പോൾ മാത്രമേ പിന്നെ നമ്മൾ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യുകയുള്ളൂ. അപ്പോൾ ചില ശരീരങ്ങളിൽ ചില മരുന്നുകൾ കൂടുതലായിട്ട് പ്രവർത്തിക്കും, ചിലത് നന്നായി പ്രവർത്തിച്ചോളണമെന്നില്ല. അപ്പൊ അതൊക്കെ പലപ്പോഴും 1, 2, 3, 4 വിസിറ്റിൽ സെയിം ഡോക്ടറെ കാണുമ്പോൾ മാത്രമേ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഈസ് കോൾഡ് ഡോസ് ടൈട്രേഷൻ. അപ്പോൾ യൂഷ്വലി ഒരു രോഗിക്ക് ബ്ലഡ് പ്രഷറിന്റെ ഡോസ്, അദ്ദേഹത്തിന് വേണ്ട ഡോസ് എത്താൻ ചിലപ്പോൾ 2, 3 വിസിറ്റ് വേണ്ടി വന്നേക്കാം. അതിന്റെ അർത്ഥം അയ്യോ ഈ ഡോക്ടർ നല്ലതല്ല, അല്ലെ ഈ മരുന്ന് നല്ലതല്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യുന്നവരെ അത് നല്ലതല്ല. ഇതിന് യൂഷ്വലി കുറച്ച് സമയമെടുക്കും. പക്ഷെ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും ബ്ലഡ് പ്രഷർ കുറയും. ഇനി നമ്പർ 2, മരുന്ന് നമുക്ക് ഒരിക്കൽ തുടങ്ങിയാൽ നിർത്താൻ പറ്റുമെന്നുള്ളതാണ്. നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് ബ്ലഡ് പ്രഷറാണ്. അമിത രക്തസമ്മർദ്ദമുള്ള ആളുടെ ചികിത്സയുടെ ലക്ഷ്യം ആ രക്തസമ്മർദ്ദം കുറയ്ക്കുക എന്നുള്ളതാണ്. അത് ഏത് മെത്തേഡിലൂടെ ആണെങ്കിലും. ഉദാഹരണത്തിന് 100 കിലോ ഉള്ള ആൾ അമിതമായി ഭക്ഷണം കഴിക്കുന്നു, അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ഒരാൾ, ഓക്കെ, അദ്ദേഹത്തിന്റെ ബ്ലഡ് പ്രഷർ 160/90 ആണ്. നമ്മൾ ജീവിതശൈലിയിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കുന്നു. വളരെ വിഗറസ് ആയിട്ട് വെയിറ്റ് കുറച്ച് 30 കിലോ കുറച്ചു, ചിലപ്പോൾ അയാളുടെ BP മരുന്നില്ലാതെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് അനുഭവങ്ങളുണ്ട്. വളരെ അമിതമായി ബ്ലഡ് പ്രഷർ ഉണ്ടായിരുന്ന ഒബീസ് ആയിട്ടുള്ള അമിതവണ്ണമുള്ള ആളുകൾ വെയിറ്റ് 15-20 കിലോ കുറച്ചപ്പോൾ മരുന്ന് നിർത്തിയ അനുഭവങ്ങളുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അതിന്റെ അർത്ഥം ഒരിക്കൽ വേണ്ടി വന്നാൽ എന്നും മരുന്ന് വേണമെന്നല്ല അതിന്റെ അർത്ഥം. പക്ഷെ ഗോൾ നമ്മുടെ തെറാപ്യൂട്ടിക് BP ലെവൽ, അതായത് BP നോർമലായ ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് മരുന്ന്, ജീവിതശൈലി നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ, ജീവിതശൈലി വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ മരുന്ന് കഴിച്ചേ മതിയാകും. ഡോക്ടർ അനിൽ സലീം, ഇപ്പോൾ ഷഫീഖ് ഡോക്ടർ പറഞ്ഞതിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം, BP ഉള്ള 30-40 വയസ്സ് കഴിഞ്ഞ പല ആളുകളിലും പ്രമേഹം കൂടി കണ്ടുവരാറുണ്ട്. പ്രമേഹവും അമിത രക്തസമ്മർദ്ദവും, ഇത് രണ്ടിൻ്റെയും കോമ്പിനേഷൻ ഹൃദയാരോഗ്യത്തിന് വളരെ ഹാനികരമാണെന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഡോക്ടർ പ്രമേഹ രോഗമുള്ള അമിത രക്തസമ്മർദ്ദമുള്ള രോഗികൾക്ക് നൽകാനുള്ള നിർദ്ദേശങ്ങൾ എന്തെല്ലാമാണ്? പ്രമേഹവും ബ്ലഡ് പ്രഷറും ഒരേപോലെ രക്തക്കൊഴലുകളെ ബാധിക്കുന്നുണ്ടെങ്കിലും ഇത് രണ്ടും ഒരു വ്യക്തിക്ക് ഒരുമിച്ച് വരികയാണെങ്കിൽ ഇതിന്റെ ഒരു കോമ്പൗണ്ടിങ് എഫക്റ്റ് എന്ന് പറയുന്നത് വളരെ വളരെ പ്രവചനാതീതമായിരിക്കും.
പ്രത്യേകിച്ച് ഈ പറഞ്ഞ രണ്ട് അസുഖങ്ങളും കിഡ്നിയെ ബാധിക്കാനും ഒരുപോലെ സാധ്യതയുണ്ട്, കണ്ണിനെ ബാധിക്കാനും സാധ്യതയുണ്ട്. ഇത് രണ്ടും വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമ്മൾ കണ്ടുവരുന്ന എന്താന്ന് വെച്ചാൽ ഒരു 4-5 വർഷം കൊണ്ട് അല്ലെങ്കിൽ ഒരു 10 വർഷം കൊണ്ട് വരാൻ സാധ്യതയുള്ള കോംപ്ലിക്കേഷൻസ് ഈ പറഞ്ഞ വ്യക്തികൾക്ക് വളരെ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ പ്രമേഹമുള്ള വ്യക്തികൾക്ക് വേറെ ആവശ്യത്തിനായിട്ട് ചില ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ BP ഉള്ള ഒരു വ്യക്തിക്ക് ചില ടെസ്റ്റുകൾ ചെയ്യുന്ന സമയത്ത് ഇൻസിഡന്റലായിട്ട് എന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഡാമേജുകൾ കണ്ടെത്താനുള്ള സാധ്യത ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് കൂടുതലാണ്. ഏതൊരു വ്യക്തിയും BP ഉള്ള വ്യക്തിയാണെങ്കിലും നമ്മൾ വർഷാവർഷം ടെസ്റ്റുകൾ പറയാറുണ്ടെങ്കിലും പലപ്പോഴും പല ആളുകളും അത് ചെയ്യാറില്ല. പക്ഷേ പ്രമേഹം കൂടെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നിർബന്ധമായിട്ടും ഇങ്ങനെയുള്ള വ്യക്തികളെ എല്ലാ വർഷവും കിഡ്നി ടെസ്റ്റ് ചെയ്യണം, കണ്ണ് ടെസ്റ്റ് ചെയ്യണം, ഹാർട്ട് ടെസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇവർക്ക് കിഡ്നി ഡാമേജ് റിസ്ക് കൂടുതൽ എന്ന് പറഞ്ഞ പോലെ തന്നെ സ്ട്രോക്കിനുള്ള സാധ്യതയും ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് വളരെ കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ പ്രമേഹവും BP-യും ഒരു 1+1 = 2 അല്ല, 1+1 = 10 ആണ്. അത്ര ഡേഞ്ചറസ് ആണ്. അതോടൊപ്പം ഞാൻ ചോദിക്കുകയാണ്, നമ്മുടെ നാട്ടിലെ ഒരു ഭൂരിഭാഗം ആളുകൾക്കും 60 വയസ്സ് കഴിഞ്ഞ വ്യക്തികൾക്ക് ഈ രണ്ട് അസുഖങ്ങളും ഉണ്ടാകുന്നവരാണ്. അവർ കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് ഇതിന് രണ്ടിനും മരുന്ന് കഴിക്കുന്നവരുമായിരിക്കും. അത് നമ്മുടെ നാട്ടിൽ വളരെ സാധാരണമായിട്ടുള്ള രണ്ട് ശാരീരിക ആരോഗ്യ അവസ്ഥകളാണ് BP-യും പ്രമേഹവും. ഇത് രണ്ടുമുള്ള ആളുകളുടെ എണ്ണവും വളരെ കൂടുതലാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഇവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അത്രത്തോളം ഗൗരവത്തോടെയൊന്നും അവരതിനെ കാണുന്നുമുണ്ടാവില്ല. ഡോക്ടർ ഇപ്പോൾ സൂചിപ്പിച്ചതിൽ നിന്ന് ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷൻ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ ആണല്ലോ. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു മഹാമാരി പോലെ എല്ലാ വീടുകളിലും BP-യോ ഷുഗറോ ഉള്ളവരും BP-യും ഷുഗറോ ഉള്ളവരും വളരെയധികം നമ്മൾ കാണുന്നുണ്ട്. നിർഭാഗ്യവശാല് പല സാഹചര്യങ്ങൾ കൊണ്ടും പല കാരണങ്ങൾ കൊണ്ടും പലരും ഇതിന് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്നില്ല. നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് അസുഖങ്ങളും കണ്ടെത്തി കഴിഞ്ഞാൽ, നമ്മൾ അതിനൊരു പ്രോപ്പർ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ടിങ് മുതലേ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടാർഗറ്റ് ഓർഗൻ ഡാമേജ് എന്ന് വെച്ചാൽ ഇതുകൊണ്ട് ശരീരത്തിന് വരുന്ന കേടുകൾ നല്ലൊരു ശതമാനം ആളുകൾക്ക് നമുക്ക് തടയാൻ സാധിക്കും. ഇനി തടയാൻ സാധിച്ചിട്ടില്ലെങ്കിലും അത് നീട്ടിവെക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ ഇനി അത് സംഭവിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിന്റെ തീവ്രത കുറക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിലെ മെയിൻ പോയിന്റ് എന്ന് വെച്ചാൽ ടൈമാണ്, ടൈംലി ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ കറക്റ്റ് സമയത്ത് കറക്റ്റ് ചികിത്സ എടുക്കുക എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, നമ്മളൊരു വ്യക്തിക്ക് ആദ്യം BP ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് അയാളുടെ വായിന്ന് വരുന്ന വാക്ക് എന്തായിരിക്കും? ഞാൻ തൽക്കാലം ഒന്ന് BP ഒന്ന് മരുന്ന് ഇല്ലാതെ എങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അയാൾ പോവും. പിന്നെ അയാളെ കാണുകയില്ല. അയാൾ ചിലപ്പോൾ 1-2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും വരും. പ്രമേഹമുള്ള ആളുകളുടെ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പ്രമേഹം ഉണ്ടെന്ന് പറഞ്ഞാൽ അവരൊരിക്കലും തുടക്കത്തിൽ ട്രീറ്റ്മെന്റിന് വില്ലിങ് ആവില്ല. അവർ ആദ്യത്തെ സ്റ്റെപ്പ് അത് നിഷേധിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുക. അവർ പറയും, ഇന്നലെ ഞാൻ ഒരു പായസം കഴിച്ചു അതുകൊണ്ട് ഷുഗർ കൂടിയതാണെന്ന് പറയും. അതല്ലെങ്കിൽ ഇന്നലെ ഞാൻ കേക്ക് കഴിച്ചു കൂടിയെന്ന് പറയും. ആദ്യത്തെ സ്റ്റെപ്പ് അവർ നിഷേധിക്കുകയാണ്. പിന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് പറയുമ്പോഴും അവർ ഒഴിഞ്ഞു മാറും. ഡയറ്റ് മാത്രം മതി എന്ന് പറഞ്ഞ് കുറേ കാലത്തോളം ചികിത്സ ഒഴിവാക്കും. ഇതിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ടൈം നമ്മൾ നഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ഞങ്ങൾ ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിത് സ്ഥിരം കാണുന്നതാണ്, ടൈം നഷ്ടപ്പെടുത്തിയവർക്ക് തന്നെയാണ് എപ്പോഴും കിഡ്നി ഡാമേജ് വരിക, ഹാർട്ട് ഡാമേജ് വരിക, സ്ട്രോക്ക് വരിക. അതുകൊണ്ട് എനിക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എനിക്കൊരു സിംഗിൾ മെസ്സേജ് കൊടുക്കാനുണ്ടെങ്കിൽ അത് ഈ ടൈമിനെ കുറിച്ചാണ്. നമുക്കൊരു BP കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് ചികിത്സ എടുക്കാൻ ഒരിക്കലും നമ്മളത് നീട്ടിവെക്കാൻ ശ്രമിക്കരുത്. അത് പിന്നീട് എല്ലാ അർത്ഥത്തിലും നമുക്ക് ഇരട്ടി പണിയാം. വ്യക്തമാണ് ഡോക്ടർ. അതോടൊപ്പം തന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ മരുന്നുകൾ കഴിക്കുന്നത് നിർത്താനും പാടില്ല അല്ലേ സർ? തീർച്ചയായിട്ടും. ഡോക്ടർ ഷഫീഖ് സർ, നമ്മൾ പ്രോഗ്രാം അവസാനിക്കാൻ ഒരു ക്ലോസിംഗ് നോട്ടായിട്ട് സാറിന് പറയാവുന്ന, ഇപ്പോൾ ക്രമമല്ലാത്ത ഉറക്കം എത്തരത്തിലാണ് BP അല്ലെങ്കിൽ ഹൃദ്രോഗങ്ങൾക്ക് ഒക്കെ ദോഷകരമാവുക? അതെങ്ങനെയാണ് പരിഹരിക്കുക? വളരെ കോമൺ ആയിട്ടുള്ളൊരു പോയിന്റാണ് നിങ്ങളിപ്പോൾ പറഞ്ഞത്. അതായത് കൂർക്കം വലി നമ്മുടെ നാട്ടിൽ വളരെ കൂടുതലാണ്. അത് വെയിറ്റ് കൂടിയ രോഗികൾക്ക്, അമിതവണ്ണമുള്ള ആളുകൾക്ക് അത് കൂടുതലാണ്. ഇത് അല്ലാതെ മെലിഞ്ഞവരിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് പല ഗ്രേഡ് ഓഫ് സ്ലീപ്പ് അപ്നിയ സിൻഡ്രോംസ് എന്ന് പറയും. അപ്പൊ അത് ചെക്ക് ചെയ്ത് സ്ലീപ്പ് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും
നമ്മുടെ ഉറക്കത്തിലെ ശ്വസന പ്രക്രിയയും അതുപോലെ ശ്വസന പ്രക്രിയയിൽ ഓക്സിജന്റെ അളവിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളും. ഈ സ്ലീപ്പ് സ്റ്റഡി ചെയ്ത് ഇങ്ങനെ കൂർക്കമ്പലി ഉള്ള പല ആളുകൾക്കും അത് ബ്ലഡ് പ്രഷറിനെ ദോഷമായി ബാധിക്കുന്നത് ഞങ്ങൾ കാണാറുണ്ട്. 60 വയസ്സ് കഴിഞ്ഞ ഒരാൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞു, ആരോഗ്യമൊക്കെ നോക്കുന്നു, പക്ഷെ ഇച്ചിരി ഓവർ വെയിറ്റ് ഉണ്ട്, പകല് കിടന്നുറങ്ങുന്നു, ഉറക്കം വന്നിട്ടാണ് ഉറങ്ങുന്നത്, രാത്രി അപ്പോൾ ഉറങ്ങുന്നില്ല. അപ്പോൾ ഇതിൽ ബ്രേക്ക് ചെയ്യാനുള്ള ഫസ്റ്റ് ആദ്യം ഉള്ളത് ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുക. രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞ സ്ലീപ്പ് അപ്നിയ പോലത്തെ അസുഖങ്ങളുണ്ടോ എന്ന് ഒരു ഫിസിഷ്യനെ കണ്ട് അതിന്റെ ചില ടെസ്റ്റുകളൊക്കെ ഉണ്ട്, അതുണ്ടോ നോക്കാം. അതിൽ കൂടുതലായിട്ട് ഓക്സിജൻ കുറയുന്ന അസുഖം ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് ജീവിതശൈലിയിൽ തന്നെ ഇതിനെ രണ്ടിനെയും കുറച്ച് ടാക്കിൾ ചെയ്യാൻ പറ്റുന്നുള്ള. പിന്നെ പെട്ടെന്ന് വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഉച്ചയ്ക്കുള്ള ഉറക്കം നിർത്തുക. ഏറ്റവും പ്രായോഗികമായ മെത്തഡ് ഞാൻ എല്ലാ രോഗികളോടും പറയുന്നതാണ്. ഉച്ചയ്ക്ക് എങ്ങനെയെങ്കിലും ചെറിയ ചെറിയ ആക്ടിവിറ്റികളും ഇതും ചെയ്ത് ഉച്ചയ്ക്കുള്ള ഇത് ഉറക്കുക. അതുപോലെ രാത്രി ഭക്ഷണം ലഘൂകരിക്കുക കുറച്ചുകൂടെ. അത് കഴിഞ്ഞ് രാത്രി പറ്റുമെങ്കിൽ ഒരു ചെറിയ റൗണ്ട് എക്സസൈസും കൂടെ നടത്തുക. മേ ബി വീടിന് മുറ്റത്ത് ഒരു 10-15 മിനിറ്റ് കിടക്കുക. എന്നിട്ട് ബോഡി കുറച്ച് ടയേർഡ് ആവുന്ന സമയത്ത് അപ്പം നോർമൽ സൗണ്ട് മരുന്നിന്റെ സഹായത്തോടെ അല്ലാതെ, മരുന്നിന്റെ സഹായമില്ലാതെ നല്ല ഉറക്കം കിട്ടും. ഒരു പ്രാവശ്യം സൈക്കിൾ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ അടുത്ത പ്രാവശ്യം പിറ്റേ ദിവസം നല്ല സ്ലീപ്പ് കിട്ടിയാൽ പിറ്റേ ദിവസം നിങ്ങൾ ഫ്രഷ് ആണ്, രാവിലെ തന്നെ വീണ്ടും നടക്കുക. അപ്പോൾ എക്സസൈസ് അങ്ങനെ പതിയെ പതിയെ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഒരു ക്ലോസിംഗ് നോട്ടുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇത് പേടിക്കാനൊന്നുമില്ല. ഡോക്ടർ പറയുന്ന മാതിരത്തെ നിർദ്ദേശങ്ങൾ, ലൈഫ് സ്റ്റൈൽ നിർദ്ദേശങ്ങൾ ഡോക്ടർ പെട്ടെന്ന് ക്വിക്കിൽ പറഞ്ഞതായിരിക്കും, പക്ഷെ അതിനെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് നമുക്ക് വേണ്ടിയിട്ടാണല്ലോ. അതുകൊണ്ട് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്നവർ വെയിറ്റ് കുറയ്ക്കുക, എക്സസൈസ് ചെയ്യാൻ പറ്റുന്നവർ എക്സസൈസ് ചെയ്യുക, ഡയറ്റിങ് എല്ലാവർക്കും ചെയ്യാൻ പറ്റും, അത് ചെയ്യുക. എന്നിട്ട് ജീവിതശൈലിയിൽ എന്താണോ രോഗി മാറ്റം വരുത്തേണ്ടത് അത് ചെയ്യാം. ബാക്കിയുള്ളത് മരുന്ന് കൊണ്ടും സഹായിക്കുക. 40 വയസ്സുള്ള ഒരാൾക്ക് നിങ്ങൾക്ക് ഇനിയും 20, 30, 40 ഇയേഴ്സിലേക്ക് ഈ ബ്ലഡ് പ്രഷറിനെ മാനേജ് ചെയ്യാനുണ്ട്. നിങ്ങളിൽ ജീവിതശൈലി രോഗങ്ങൾ വരാതിരിക്കാനുള്ള ചേഞ്ചസ് വരുത്തേണ്ടത് വളരെ അഗ്രസീവ് ആയിരിക്കണം, നേരത്തെ വേണം, ചെക്കപ്പുകൾക്ക് ശേഷം എത്രയും പെട്ടെന്ന് തന്നെ തുടങ്ങും. വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ അനിൽ സലീം, താങ്കൾക്ക് എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്? പ്രായം ഉള്ളവരിൽ കാണുന്ന BP-യെക്കാളും വളരെ ഗൗരവത്തിലെടുക്കേണ്ടതാണ് ചെറുപ്രായത്തിൽ വരുന്ന BP. എന്ന് വെച്ചാൽ ഒരു അബൌട്ട് 20-25 ഇയേഴ്സ് വരുന്ന BP. അതിന് പലപ്പോഴും മൂല കാരണം വേറെ അസുഖമായിരിക്കും. ഇതിനെ നമ്മൾ സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. ഇങ്ങനെയുള്ള വ്യക്തികൾ ഉടനെ നേരെ പോയിട്ട് BP-യുടെ ചികിത്സയോ BP-യുടെ മരുന്നോ കഴിക്കുന്നതിന് പകരം കുറച്ച് ടെസ്റ്റുകൾ ചെയ്ത് ഇതിന്റെ കാരണം എന്തെന്ന് കണ്ടെത്തി ആ കാരണത്തിന് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പല വ്യക്തികളും ഈ ഒരു ഞാൻ ഈ പറഞ്ഞ വഴിയിലൂടെ കടന്നു പോവാത്തത് കാരണം പെർമനന്റ് ആയിട്ട് കിഡ്നി ഡാമേജ് ആയിട്ട് പോയിട്ടുള്ള നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതല്ലെങ്കിൽ സ്ട്രോക്ക് വന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ BP എന്ന് പറയുന്നതിൽ പ്രായം ഒരു ഘടകമാണ്. ചെറുപ്പക്കാരിലെ BP അപ്രോച്ച് ചെയ്യുന്ന പോലെയല്ല പ്രായമുള്ളവർക്ക് അപ്രോച്ച് ചെയ്യുക. ഈ ഒരു പോയിന്റ് പലപ്പോഴും പലരും അവഗണിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. വ്യക്തമാണ് ഡോക്ടർ. വളരെയധികം നന്ദി. വളരെ വിശദമായി നമ്മളോട് സംസാരിച്ചു. പ്രോഗ്രാം അവസാനിക്കുകയാണ്. പ്രോഗ്രാമിൽ പങ്കെടുത്ത 3 ഡോക്ടർമാർക്കും, ഡോക്ടർ ഷഫീഖ്, ഡോക്ടർ അനിൽ സലീം, ഡോക്ടർ നിജിൽ, 3 പേർക്കും നന്ദി.